ഈ ഇഡിയും ഡൽഹി പോലീസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? അത് അവർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറത്തിലുള്ള വ്യത്യാസം മാത്രമാണ്. ഇഡി യൂണിഫോം ഇല്ലാത്ത വേട്ടപ്പെട്ടിയാണെങ്കിൽ ഡൽഹി പോലീസ് യൂണിഫോം ഇട്ട വേട്ടപ്പെട്ടിയാണ്. ആരുടെ വേട്ടപ്പെട്ടി? രണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ വേട്ടപ്പെട്ടി. അതിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ AAP പ്രവർത്തകർ നടത്തിയ പ്രക്ഷോഭത്തോട് സ്വീകരിച്ച നിലപാട്. അത് കവർ ചെയ്യാമെന്ന മാധ്യമപ്രവർത്തകരോട് ഡൽഹി പോലീസ് എങ്ങനെയാണ് പെരുമാറിയത് എന്നും നമ്മൾ ആ ദൃശ്യങ്ങൾ നോക്കിയാൽ മതി. അപ്പം ഡൽഹി മുഖ്യമന്ത്രിയോടോ ഡൽഹിയിലെ മന്ത്രിസഭയോടോ അവിടുത്തെ മറ്റ് ജനായത്ത സംവിധാനങ്ങളോടോ യാതൊരു കടപ്പാടും ഡൽഹി പോലീസിനില്ല. അതൊരു വേട്ടപ്പെട്ടി കൂട്ടമാണ്, അല്ലെങ്കിൽ ഒരു തെമ്മാടി കൂട്ടമാണ്. കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര വകുപ്പും അവിടെ ഭരിക്കുന്ന ലഫ്റ്റനന്റ് ഗവർണറും പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന ചട്ടുക കൂട്ടമാണ്, അല്ലെ തെമ്മാടി കൂട്ടമാണ് ഡൽഹി പോലീസ്. ഇന്നലെ എന്താ സംഭവിച്ചത്? അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച AAP പ്രവർത്തകരോട് പോലീസ് വളരെ ക്രൂരമായിട്ട് പെരുമാറി, ഡൽഹി പോലീസ്. ഈ സംഭവം കവർ ചെയ്യാൻ എത്തിയ മാധ്യമ പ്രവർത്തകരോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. പണിയെടുക്കാൻ മാധ്യമപ്രവർത്തകർക്ക് സ്വാതന്ത്ര്യം പോലീസ് അനുവദിച്ചില്ല. ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മാത്രമല്ല, അതിക്രൂരമായിട്ടാണ് ഡൽഹി പോലീസ് മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചത്. അതിൽ ഒരാൾ തോളല് പൊട്ടി ആശുപത്രിയിലാണ് മർദ്ദനത്തിൽ. അതായത് സാൽമൻ അലി, ഹിന്ദുസ്ഥാൻ ടൈംസ്, ദേശീയ പത്രമായ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഫോട്ടോ ജേർണലിസ്റ്റ് സാൽമൻ അലി തോളല് പൊട്ടി ആശുപത്രിയിലാണ്. പിന്നെ മറ്റൊരു വലിയ മീഡിയ ഗ്രൂപ്പിൻ്റെ, ഇന്ത്യ ടുഡേ മീഡിയ ഗ്രൂപ്പിൻ്റെ സീനിയർ ഫോട്ടോ ജേർണലിസ്റ്റ് അരുൺ താക്കൂറിനെ ഡൽഹി പോലീസ് കഴുത്തിനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് പൊക്കി നിർത്തുന്ന ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതേപോലെ വേറെ മാധ്യമപ്രവർത്തകരോടെല്ലാം പെരുമാറിയ രീതി. ഇതിനെതിരെ ഡൽഹി പ്രസ് ക്ലബും അതുപോലെ ജേർണലിസ്റ്റ് യൂണിയനുകളും സംഘടനകളും ഒക്കെ പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കാൻ ചെന്നിട്ട് പോലീസ് കമ്മീഷണറെ കാണാൻ കഴിഞ്ഞില്ല. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് പരാതി കൊടുക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വഴിക്ക് നടക്കേണ്ടുന്ന കാര്യങ്ങൾ. പക്ഷേ ഡൽഹി പോലീസ് ഇങ്ങനെ പെരുമാറുന്നത് ഇതാദ്യ സംഭവമല്ല. അപ്പോൾ കേന്ദ്ര ഏജൻസികളെ കൊണ്ട്, അത് ED ആവട്ടെ, CBI ആവട്ടെ, മറ്റ് കസ്റ്റംസ് ആവട്ടെ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആവട്ടെ, യൂണിഫോം ഇട്ട പോലീസ് ആവട്ടെ, അർദ്ധ സൈനികരാവട്ടെ, CRPF ആവട്ടെ, എവിടെയും ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചുമർത്താൻ ഉപയോഗിക്കുന്ന ഈ ആയുധം, അവിടെ മാധ്യമ സ്ഥാപനങ്ങളെയും പ്രവർത്തകരെയും ബാധിക്കുന്ന ഈ പ്രശ്നം, ഇത് അഡ്രസ്സ് ചെയ്യണ്ടേ? ഇനി ഒരു ചോദ്യം ഇവിടെ ചോദിക്കാം. ഇങ്ങനെ മർദ്ദനമേറ്റ മാധ്യമപ്രവർത്തകരുടെ മാതൃസ്ഥാപനങ്ങൾ, ഹിന്ദുസ്ഥാൻ ടൈംസും ഇന്ത്യ ടുഡേയും അതുപോലെയുള്ള ദേശീയ മാധ്യമങ്ങൾ BJPയെയും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെയും അകമഴിഞ്ഞ് കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നത്. അപ്പോൾ സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് പണിയെടുക്കാൻ പോലും പറ്റാത്ത ഘട്ടം വന്നപ്പോൾ ഈ മാധ്യമ മുതലാളിമാർ അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇക്കാര്യത്തിൽ ഇതേവരെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതേവരെ ഒരു മാധ്യമ സ്ഥാപനങ്ങളും ഇങ്ങനെ അവരുടെ കീഴിൽ പണിയെടുക്കുന്ന, അല്ലെ ആ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ജീവനും അവർ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുമൊക്കെ സംരക്ഷണം വേണം എന്നൊരു കാര്യമെങ്കിലും പറയാൻ ഇന്ന് വരെ, ഈ നിമിഷം വരെ 24 മണിക്കൂറായിട്ടും ഒരു മാധ്യമ സ്ഥാപനവും മുതലാളി സ്ഥാപനവും മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ തെരുവിൽ കിടന്ന് അടി കൊണ്ടോളൂ മാധ്യമ പ്രവർത്തകർ, കിട്ടുന്നത് വാങ്ങി പോക്കറ്റിൽ ഇട്ടോളൂ, ഞങ്ങളിങ്ങനെയൊക്കെ തന്നെ ചെയ്യും, നിങ്ങളെ പോലീസ് തല്ലിയെന്നിരിക്കും, അതൊക്കെ ജോലിയുടെ ഭാഗമാണ് എന്ന് പറയുന്ന ന്യായീകരിക്കൽ പരിപാടിയിലാണോ മാധ്യമ സ്ഥാപനങ്ങൾ വ്യാപരിക്കുന്നത്, ചിന്തിക്കുന്നത്? ഇതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ? ഡൽഹി പോലീസ് എന്ന് പറഞ്ഞാൽ നൊട്ടോറിയസ് പോലീസാണെന്ന് എത്രയോ നാളുകൾ കൊണ്ട് നമ്മൾക്ക് വാർത്തകളിലൂടെ, സംഭവങ്ങളിലൂടെ അറിയാം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇനിയും എന്തൊക്കെ വരാനിരിക്കുന്നു? ഓരോരോ പുതിയ തീരുമാനങ്ങൾ വരുന്നതനുസരിച്ച് തെരുവിൽ പ്രക്ഷോഭം നടക്കുമ്പോൾ, അതിനെ ഇങ്ങനെ അടിച്ചമർത്തുമ്പോൾ
അവിടെ ജനാധിപത്യമാണ് ഹനിക്കപ്പെടുന്നത്. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഫോർത്ത് പില്ലാർ ഓഫ് ഡെമോക്രസിയായ മാധ്യമങ്ങൾക്കുണ്ട്. അവരും ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ, നാലാമത്തെ നെടും തൂണല്ലേ എന്നാണല്ലോ അവകാശപ്പെടുന്നത്. അവർ മുന്നോട്ട് വരണ്ടേ ഇക്കാര്യത്തിൽ? ഇതുവരെ മൗനം പാലിക്കുകയാണ്. ഇത്രയും വലിയൊരു അക്രമം ഡൽഹി പോലീസ് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് കാണിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്ന ഈ ദേശീയ മാധ്യമങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ എന്താണ് പറയേണ്ടത്?